അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാഹു വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഫുറൂഉൽ ഫിഖ്ഹിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വുദൂവിൻ്റെ വാജിബുകളെക്കുറിച്ചാണ് പഠിക്കുകയുണ്ടായത്. ഫുറൂഉൽ ഫിഖ്ഹിൽ ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്ന് പറയുന്ന ഭാഗം ഖുഫയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറയുന്നു, വയുംസഹു അലൽ ഖുഫൈനി ഫി ത്വഹാറത്തി സുഗ്റ വഅലൽ ജബീറത്തി മിൻഹുമ വയംസഹു അലൽ ഖുഫിൽ മുഖീമു യൗമൻ വലൈല വൽ മുസാഫിറു സലാസത അയ്യാമിൻ വലയാലിഹിൻ മിനൽ ഹദസി ഇലാ മിസ്ലിഹി അലാ സാതിരിൻ സാബിതിൻ ബിനഫ്സിഹി. വയുംസഹു തടവപ്പെടും അല്ലെങ്കിൽ തടയപ്പെടും അലൽ ഖുഫൈൻ ഇരു ഖുഫകൾക്ക് മേൽ ഫി ത്വഹാറത്തി സുഗ്റ ചെറിയ ശുദ്ധി വരുത്തുന്ന പ്രക്രിയയിൽ വഅലൽ ജബീറത്തി ജബീറയുടെ മേൽ തടവും മിൻഹുമ അവ രണ്ടിൽ നിന്നും ശുദ്ധി വരുത്തുന്ന സമയം. അവ രണ്ടിൽ നിന്നും എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും. നമുക്ക് ഈ ഒരു വരിയുടെ വിശദീകരണം മനസ്സിലാക്കാം. വയുംസഹു മസഹ യംസഹു യുംസഹു. മസഹ എന്ന് പറഞ്ഞാൽ തടവി എന്നാണ്. യുംസഹു അപ്പോൾ തടവപ്പെടും. അലൽ ഖുഫൈൻ ഇരു ഖുഫകൾക്ക് മേൽ. ഖുഫ അത് പാദരക്ഷയാണ്. ഖുഫ് തോല് കൊണ്ടോ മറ്റോ കാലിൽ നെരിയാണി ഉൾപ്പെടെ മറയും വിധം ഉള്ള പാദരക്ഷകൾക്കാണ് ഖുഫ് എന്ന് പറയാം. ഇങ്ങനെയുള്ള പാദരക്ഷകൾ ധരിച്ചവർ ഖുഫ അത് താഹിറായ ശുദ്ധമായ ഖുഫയായിരിക്കണം. തോലിൻ്റേതാണെങ്കിൽ നജിസായ മൃഗങ്ങളുടെ തോല് കൊണ്ടാവരുത്. അതല്ലാത്ത മൃഗങ്ങളുടെ തോല് കൊണ്ടാണെങ്കിൽ ഊറയിട്ട് ശുദ്ധി വരുത്തിയ തോല് കൊണ്ടുള്ള ഖുഫയായിരിക്കണം. ഇനി തോലല്ലാത്ത വസ്തുക്കൾ കൊണ്ടാണ് ഖുഫയെങ്കിൽ അതും ശുദ്ധമുള്ളതായിരിക്കണം. പിന്നെ ഖുഫ ധരിക്കുന്നതിൻ്റെ ഷർത്തുകൾ പറയുമ്പോൾ അതിൽ നെരിയാണി മറയും വിധം ആ ഖുഫ ധരിച്ചിരിക്കണം. ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കണം ഖുഫ ധരിച്ചിരിക്കേണ്ടത്. ഇങ്ങനെ പാദരക്ഷ ധരിച്ചവർക്ക് അതിന്മേൽ തടവാം എന്നത് അറിയിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, കുൻതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഫഅഹ്വൈതു ലി അൻസാ ഖുഫൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു പാദരക്ഷകളും ഖുഫകളും ഊരിക്കൊടുക്കാൻ ഞാൻ കുനിഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഉഹുമ അവ രണ്ടും ഊരേണ്ടതില്ല, വിട്ടേക്കൂ. ഫഇന്നി അദ്ഖൽതുഹുമ താഹിറതൈനി ഞാൻ അവ രണ്ടും ധരിച്ചിരിക്കുന്നു ശുദ്ധമായ അവസ്ഥയിൽ. താഹിറത്തായ ഖുഫയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചു, പിന്നെ ശുദ്ധിയുള്ള അവസ്ഥയിൽ ധരിച്ചു എന്ന ഒക്കെ ഇവിടെ ആശയങ്ങളുണ്ട്. അങ്ങനെ ഫമസഹ അലൈഹിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുഫകൾക്ക് മേൽ തടവുകയുണ്ടായി എന്നാണ്. ഇതേപോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ, അന്നഹു മസഹ അലൽ ഖുഫൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുഫകളുടെ മേൽ തടവുകയുണ്ടായി. ഹുമാം ഇബ്നുൽ ഹാരിസ് പറയുകയാണ്, റഅയ്തു ജരീർ ബിൻ അബ്ദുല്ലാഹ് ബാൽ. ജരീർ ബിൻ അബ്ദുല്ലാ അൽ ബജലി അദ്ദേഹം മൂത്രം വിസർജ്യം നടത്തുന്നത് ഞാൻ കണ്ടു. സുമ്മ തവദ്ദഅ പിന്നീട് ജരീർ ഉദു ചെയ്തു. മസഹ അല ഖുഫൈഹി അദ്ദേഹത്തിൻ്റെ ഇരു ഖുഫകൾക്ക് മേൽ തടവി. സുമ്മ ഖാമ ഫസല്ല എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നമസ്കരിച്ചു. ഫസുയിൽ ചോദിക്കപ്പെട്ടു ആ വിഷയത്തിൽ. ഖുഫ തടവിയിട്ട് പിന്നെ എഴുന്നേറ്റ് നിസ്കരിച്ചത് കണ്ടപ്പോൾ ചോദിക്കപ്പെട്ടപ്പോൾ, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സനഅ മിസ്ല ഹാദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രതികരിച്ചു. ആ വിഷയത്തിൽ ഇബ്രാഹിം ഉന്നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫകാന യുഅ്ജിബുഹും ലിഅന്ന ജരീറൻ കാന മിൻ ആഖിരി മൻ അസ്ലം. ജരീർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കാണുന്നത് അവരെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. കാരണം എന്താ, ജരീർ അവസാന നാളുകളിൽ ഇസ്ലാം ആശ്ലേഷിച്ച വ്യക്തിത്വമാണ്. സൂറത്തുൽ മാഇദ അവതീർണമായതിനു ശേഷമാണ് ജരീർ ഇബ്ൻ അബ്ദുല്ലാ അൽ ബജലി ഇസ്ലാം സ്വീകരിക്കുന്നത്. സൂറത്തുൽ മാഇദയിലാണ് വുളുവിൻ്റെ ആയത്ത്, അതിൽ കാലുകൾ കഴുകൽ നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ആയത്തുള്ളത്. അപ്പോൾ കാലുകൾ കഴുകൽ നിർബന്ധമാണ് എന്നുള്ള ആയത്ത് അവതീർണമായതിനു ശേഷമാണ് ജരീർ ബിൻ അബ്ദുല്ലാ അൽ ബജലി ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുഫയിൽ തടവുന്നത് കാണുകയും ചെയ്തത്. അപ്പോൾ പിന്നെ അതറിയിക്കുന്നത് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല് കഴുകൽ നിർബന്ധമാണ് എന്നറിയിക്കുന്ന ആയത്തിറങ്ങിയതിന് ശേഷവും ഖുഫ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഖുഫയിൽ തടവിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ജരീർ ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയിൽ സഹാബികൾ അത്ഭുതം കൂറി ആശ്ചര്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നത്, ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സരിയതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സരിയയെ അയച്ചു, ഒരു സംഘത്തെ അയച്ചു. അങ്ങനെ ഫ അസാബഹുമുൽ ബർദ് അവർക്ക് ബർദ്
തണുപ്പ് ഏറ്റു. അങ്ങനെ ഫലമ്മ ഖദിമു അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അവർ തിരിച്ചു വന്നപ്പോൾ അമറഹും അവരോട് കൽപ്പിച്ചു ഐ യംസഹു അലൽ അസായിബി വത്തസാഖീൻ, അവരോട് അവരുടെ അസായിബിലും തസാഖീനിലും തടവാൻ കൽപ്പിച്ചു എന്നാണ്. അസായിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തണുപ്പ് ഏൽക്കാതിരിക്കാൻ കാലിൽ ചുറ്റിയ അല്ലെങ്കിൽ തലയിൽ ചുറ്റിയ ശീലകളാണ്. തസാഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിൽ തണുപ്പ് ഏൽക്കാതിരിക്കാൻ, ചൂട് കാലിന് ഏകാൻ ധരിക്കുന്ന, അതിനി ഹുഫയാകാം, അതല്ല ശീല കൊണ്ട് സോക്സ് പോലുള്ളതാകാം, ഇനി ശീല ചുറ്റിക്കൊണ്ടുള്ളതാകാം. ഏതായാലും കാലിന് ചൂടേൽപ്പിക്കുവാൻ ധരിക്കുന്ന ചുറ്റുന്ന ശീലകൾക്ക് അല്ലെങ്കിൽ വസ്തുക്കൾക്കാണ് തസാഖീൻ എന്ന് പറയുക. ഈ വിഭാഗം ആളുകൾ വന്നപ്പോൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറഹും അൻ യംസഹു അലൽ അസായിബി വത്തസാഖീൻ, അസായിബിൽ തസാഖീനിൽ തടവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹുഫ പോലുള്ളതായ പാദരക്ഷകളിൽ തടവുന്നതിൻ്റെ വിഷയത്തിൽ തെളിവുകൾ ധാരാളമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇവിടെ ഈ അസറുകളെ കേൾപ്പിച്ചത്. ഇമാം ഇബ്നുൽ മുൻദിർ പണ്ഡിതന്മാരുടെ ഒരു ഖിലാഫ് ഉദ്ധരിക്കുന്നുണ്ട്. അൽ മസ്ഹു അലൽ ഖുഫൈനി ഔ നസ്ഉഹ വ ഗസ്ലുൽ ഖദമൈൻ അയ്യുഹുമ അഫ്ദൽ, ഖുഫകളിൽ തടവലാണോ അതല്ല ഖുഫകൾ ഊരി വെച്ച് കാല് കഴുകലാണോ ഏറ്റവും ശ്രേഷ്ഠം? ഇബ്നുൽ മുൻദിർ പറയുന്നു, വല്ലദി അഖ്താറുഹു, ഞാൻ അഭിപ്രായപ്പെടുന്നത് തിരഞ്ഞെടുക്കുന്നത് അന്നൽ മസ്ഹ അഫ്ദൽ, കാലിൽ തടവലാണ് ശ്രേഷ്ഠം. അതെന്തുകൊണ്ട്? ലിഅജലി മൻ തഅന ഫീഹി മിൻ അഹ്ലിൽ ബിദ്അ വൽ ഖവാരിജി വർ റവാഫിദ്, ഖവാരിജുകൾ റാഫിദികൾ പോലുള്ള ബിദ്അകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പാദരക്ഷയിൽ തടവുന്നതിനെ എതിർത്തിട്ടുണ്ട്, അവർ അത് ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇബ്നുൽ മുൻദിർ പറയാണ്, ഇഹ്യാഉ മാ തഅന ബിഹിൽ മുഖാലിഫൂൻ മിനസ് സുനൻ അഫ്ദലു മിൻ തർക്കിഹി, എതിരാളികൾ സുന്നത്തിനെ മോശപ്പെടുത്തി കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്തരം സുന്നത്തുകളെ ജീവിപ്പിക്കലാണ് അത് ഒഴിവാക്കുന്നതിനേക്കാൾ ഉത്തമം. അതുകൊണ്ട് ഹുഫ ഊരി കാല് കഴുകലല്ല, ഹുഫ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ തടവലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് ഇമാം ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായത്. പിന്നെ ഗ്രന്ഥകാരൻ പറയുന്നത് അലസ്സുഗ്റ എന്നാണ്. ഫി തഹാറത്തി സുഗ്റ യുംസഹു വയുംസഹു അലൽ ഖുഫൈൻ, ഇരു ഖുഫകൾക്ക് മേൽ തടവപ്പെടും. ഫി തഹാറത്തി സുഗ്റ, ചെറിയ ശുദ്ധി വരുത്തുന്ന സമയം വിഷയത്തിൽ. ചെറിയ ശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുളു ആവശ്യമായ ശുദ്ധീകരണം, വുളു കൊണ്ടുള്ള ശുദ്ധീകരണം, അതിലാണ് ഖുഫയിൽ തടവൽ. എന്നാൽ വലിയ ശുദ്ധിയിൽ ഖുഫയിൽ തടവിയാൽ പോരാ, ഖുഫ അഴിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യണം? കുളിക്കണം. അതാണ് മുഗീറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഗീറ അല്ല, സഫ്വാൻ ബിൻ അസ്സാൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ യാത്രയിലാണ് എങ്കിൽ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു, അല്ലാ നൻസിയ ഖിഫാഫന സലാസത അയ്യാമിൻ വലയാലിഹിൻ, 3 രാവുകളും പകലുകളും ഞങ്ങളുടെ ഹുഫകൾ ഞങ്ങൾ ഊരരുത് എന്ന് റസൂലുള്ളാഹി ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. ഇല്ലാ മിൻ ജനാബത്തിൻ, ജനാബത്തുണ്ടായാലല്ലാതെ. ജനാബത്ത് വലിയ ശുദ്ധിയാണ്. അപ്പോൾ വലിയ ശുദ്ധിക്ക് കുളിച്ച് ശുദ്ധി വരുത്തണം. അപ്പോൾ വലിയ ശുദ്ധി ഉണ്ടായാൽ ഹുഫ ഊരണം. അതില്ല എങ്കിൽ വലാകിൻ മിൻ ഗായിത്തിൻ വബൗലിൻ വനൗമിൻ, ഞങ്ങൾ മലമൂത്ര വിസർജനം നിർവഹിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഉറങ്ങി എങ്കിൽ പിന്നെ ഹുഫ ഊരേണ്ടതില്ല. അതിനെ തുടർന്ന് വുളു ചെയ്യുമ്പോൾ ഹുഫയിൽ തടവിയാൽ മതി. അത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്രന്ഥകാരൻ വയുംസഹു അലൽ ഖുഫൈനി ഫി തഹാറത്തി സുഗ്റ, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളു ചെയ്ത് ശുദ്ധീകരിക്കുന്നതിൽ ഇരു ഖുഫകളുടെ മേലും തടവപ്പെടും എന്ന് പറയണ്ടായി. അതിൽ നിന്ന് വലിയ അശുദ്ധി, അതിൽ ഖുഫ അഴിക്കൽ എന്നിട്ട് ശുദ്ധി വരുത്തൽ വേണം എന്നത് നമുക്ക് ബോധ്യപ്പെടുന്നു. വഅലൽ ജബീറത്തി മിൻഹുമ, വഅലൽ ജബീറത്തി, ജബീറയിലും തടയപ്പെടും. വയുംസഹു അലൽ ജബീറത്തി എന്നർത്ഥം, ജബീറയിൽ തടയപ്പെടും. മിൻഹുമ, അവ രണ്ടിൽ നിന്നും എന്ന് പറഞ്ഞാൽ മിനത്ത് തഹാറത്തി സുഗ്റ വ തഹാറത്തിൽ കുബ്ര, ചെറിയ അശുദ്ധി വരുത്തുന്ന സമയത്തും ചെറിയ ശുദ്ധി വരുത്തുന്ന സമയത്തും വലിയ ശുദ്ധി വരുത്തുന്ന സമയത്തും, വുളു ചെയ്ത് ശുദ്ധി വരുത്തുമ്പോഴും കുളിച്ച് ശുദ്ധി വരുത്തുമ്പോഴും ജബീറയിൽ തടയപ്പെടും എന്നുള്ളതാണ്. ഈ അൽ ജബീറ എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൽ മുറിവോ പൊട്ടലോ ഏറ്റാൽ ഉള്ള ബാൻഡേജുകളാണ്. മുറിവ് കെട്ടി ചികിത്സാർത്ഥം ബന്ധിക്കുന്നതാണ്. ഇവിടെ ഗ്രന്ഥകാരൻ വാലൽ ജബീറത്തി മിൻഹുമ, ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുമ്പോഴും വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുമ്പോഴും ജബീറയുടെ മേൽ തടവപ്പെടും എന്നാണ്. അവിടെ
മനസ്സിലാക്കേണ്ടത്, ഹുഫ തടവുന്നതിനോട് ജബീറയെ ചേർത്ത് ഗ്രന്ഥകാരൻ പറഞ്ഞപ്പോൾ രണ്ടും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കാൻ പാടുള്ളതല്ല. ജബീറ ഊരുന്നതിൽ അഴിക്കുന്നതിൽ പ്രയാസം ഉണ്ട് എങ്കിൽ അപ്പോഴാണ് ജബീറയിൽ തടവൽ അനുവദനീയം. എന്നാൽ ഹുഫ് അങ്ങനെയല്ല. ഹുഫ് ഊരാൻ പ്രയാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ തടവാം എന്നുള്ളതാണ്. പിന്നൊന്ന്, വുളു ചെയ്യുന്ന സമയത്ത് ഫർദിൻ്റെ ഭാഗം എത്രയാണോ ആ ഭാഗം തടവിയാൽ മതി. ഇപ്പോൾ ഒരാളുടെ കൈ മുഴുവനായിട്ട് തോള് മുതൽ വിരൽ വരെ ബാൻഡേജ് ഇട്ടതാണ് എങ്കിൽ മുട്ടുൾപ്പെടെയാണല്ലോ കഴുകേണ്ടത്, ആ കഴുകേണ്ട ഭാഗത്ത് വരെ തടവിയാൽ മതി. അതേപോലെ തദ്ദേശവാസിക്ക് ഒരു ദിവസമാണ് ഹുഫയിൽ തടവാൻ ഇളവുള്ളത്, യാത്രക്കാരനാവട്ടെ 3 ദിവസവും. എന്നാൽ ഈ ഒരു കാലപരിധി അത് ജബീറയെ തടവുന്ന വിഷയത്തിലില്ല. എത്ര കാലമാണോ ജബീറ ഇരിക്കുന്നത് അത്രയും കാലം വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുമ്പോഴും ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുമ്പോഴും തടവാം എന്നുള്ളതാണ്. പിന്നെ ഹുഫ ധരിക്കുന്നവർക്ക് അതിന്മേൽ തടവേണമെങ്കിൽ അത് ധരിക്കുന്നതിന് മുമ്പ് ശുദ്ധി വരുത്തിയവനായിരിക്കണം. അതേസമയം ജബീറ അതിൽ തടവാൻ അതിനു മുമ്പ് ശുദ്ധി വരുത്തിയിരിക്കണം എന്നുള്ള ഷർത്തില്ല. ഹുഫ കാലിന് പ്രത്യേകമാണ്, എന്നാൽ ജബീറ ഒരു നിർണിത അവയവത്തിന് പ്രത്യേകം അല്ല. ഏതവയവത്തിലാണോ ജബീറ വേണ്ടത് ആ അവയവത്തിൽ ജബീറ ആവാം, അതിന്മേൽ തടവാം എന്നുള്ളതാണ്. പിന്നെ ഗ്രന്ഥകാരൻ പറഞ്ഞതുപോലെ ചെറിയ ശുദ്ധി വരുത്തലിലാണ് ഹുഫയിൽ തടവാൻ ഇളവുള്ളത്. എന്നാൽ ഇരു ശുദ്ധീകരണ പ്രക്രിയയിലും ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുന്നതിലും വലിയ ശുദ്ധിയിൽ നിന്ന് കുളിച്ചു ശുദ്ധി വരുത്തുന്നതിലുമൊക്കെ ജബീറയിൽ തടവാൻ ഇളവുണ്ട് എന്നുള്ള വിഷയമാണ് ഇവിടെ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മളതിന് അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം. തുടർന്ന് ഗ്രന്ഥകാരൻ പറയുന്നത്, വയംസഹു അലൽ ഖുഫി അൽ മുഖീമു യൗമൻ വലൈല. വയംസഹു തടവും, അലൽ ഖുഫി ഖുഫയിന്മേൽ, അൽ മുഖീമു തദ്ദേശവാസി, യൗമൻ വലൈലതൻ ഒരു രാവും ഒരു പകലും. അപ്പോൾ ഒരു ദിനം മുഴുവൻ തദ്ദേശവാസിക്ക് ഖുഫയിൽ തടവാൻ ഇളവുണ്ട്. വൽ മുസാഫിറു എന്നാൽ യാത്രക്കാരൻ, സലാസത്ത അയ്യാമിൻ 3 ദിനങ്ങളും, വലയാലിഹിൻ അവയുടെ രാവുകളും ഖുഫയിന്മേൽ തടവും എന്നാണ്. ഷുറൈഹ് ഇബ്നു ഹാനി പറയുകയാണ്, അതൈതു ആയിഷത അസ്അലുഹാനിൽ മസ്ഹ അലൽ ഖുഫൈൻ. ഞാൻ ആയിഷയുടെ അടുക്കൽ ചെന്നു ഖുഫകൾക്ക് മേൽ തടവുന്നതിനെക്കുറിച്ച് ചോദിക്കുവാൻ. അപ്പോൾ ഫഖാലത്ത് അലൈക ബി ഇബ്നു അബി താലിബ് ഫസൽഹു. ആയിഷ മുൽമിൻ പറഞ്ഞു, നീ അലി ഇബ്നു അബി താലിബിൻ്റെ അടുക്കൽ ചെല്ല്, എന്നിട്ട് ചോദിക്ക്. ഫൈന്നഹു കാന യുസാഫിറു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കാരണം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഫർ നടത്തിയിരുന്നു, യാത്ര നടത്തിയിരുന്നു. ഫസഅൽനാഹു അങ്ങനെ ഞങ്ങൾ, ഷുറൈഹ് പറയാണ്, ഞങ്ങൾ അലി ഇബ്നു അബി താലിബിനോട് ചോദിച്ചു. ഫഖാൽ അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്ത അയ്യാമിൻ വലയാലിഹിന്ന ലിൽ മുസാഫിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിനങ്ങളും അവയുടെ രാവുകളും യാത്രക്കാർക്ക് നിശ്ചയിച്ചു. വയൗമൻ വലൈലതൻ ലിൽ മുഖീം ഒരു രാവും പകലും തദ്ദേശവാസിക്കും നിശ്ചയിച്ചു. ഇവിടെ യാത്രക്കാർക്ക് 3 ദിവസം ഹുഫയിൽ തടവാം, തദ്ദേശവാസിക്ക് 1 ദിവസം എന്നതാണ് ഈ സംഭവം അറിയിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കപ്പെട്ടപ്പോൾ അലൈക ബി ഇബ്നു അബി താലിബ്, അബൂ താലിബിൻ്റെ മകനെ എന്നാണ് അലീനെ പിടിച്ചോ എന്നാണ്, എന്നിട്ട് ചോദിച്ചോ എന്നാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലനെയും അലി റളിയല്ലാഹുവിനും തമ്മിലുള്ള ബന്ധം, പിന്നെ അലി റളിയല്ലാഹുവിൻ്റെ ആ അറിവിനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ വകവെച്ചത്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ ഒരു വിനയം, തിരുദൂതരുടെ കൂടെ എപ്പോഴും യാത്രയിൽ ഉണ്ടായിരുന്നത് അലി ഇബ്നു അബി താലിബാണ് അദ്ദേഹത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം വായിക്കേണ്ടതുണ്ട്. കാരണം ചിലർ പറഞ്ഞു വരുത്തുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയും അലിയും ശത്രുതയിലായിരുന്നു, അലിയാരോടുള്ള ശത്രുതയാലാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ അലീനോട് യുദ്ധം ചെയ്യാൻ ഇറാഖിലെ ജമൽ എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ ഭാഗവാക്കായത് തുടങ്ങിയ കുറേ കിംവദന്തികളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി കൂടിയാണ് ഇത്തരം വിഷയങ്ങൾ എന്ന് ഇവിടെ സന്ദർഭോചിതം ഉണർത്തുകയാണ്. ഖുസൈമ ഇബ്നു സാബിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിവേദനം ചെയ്ത ഹദീസിൽ, അൽ മസ്ഹു അലൽ ഖുഫൈനി ലിൽ മുസാഫിരി സലാസത അയ്യാം വലിൽ മുഖീമി യൗം. അൽ മസ്ഹു അലൽ ഖുഫൈനി ലിൽ മുസാഫിരി സലാസതു അയ്യാം വലിൽ മുഖീമി യൗമുൻ വലൈല. യാത്രക്കാരന് 3 ദിവസമാണ് ഖുഫകൾക്ക് മേൽ തടവൽ, തദ്ദേശവാസിക്ക് 1 രാവും പകലും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഖുസൈമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. പിന്നെ ഗ്രന്ഥകാരൻ പറയുന്നത് മിനൽ ഹദസി ഇലാ മിസ്ലിഹി എന്നാണ്. എന്താണ് പറഞ്ഞത്? മിനൽ ഹദസി ഇലാ മിസ്ലിഹി. ഇവിടെ ഈ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് ഖുഫയിൽ തടവൽ, നമ്മൾ പറഞ്ഞതിൻ്റെ ടൈം 24 മണിക്കൂർ സമയമാണ് ഒരു തദ്ദേശവാസിക്ക് അതിനുള്ള ടൈം. യാത്രക്കാരനാകുമ്പോൾ 72 മണിക്കൂർ സമയം. അപ്പോൾ ഈ തടവൽ എപ്പോൾ തുടങ്ങി എപ്പോൾ വരെ? ഖുഫ ധരിച്ചത് മുതൽ 24 മണിക്കൂറാണോ 72 മണിക്കൂറാണോ? അതല്ല ഖുഫ ധരിച്ച് പിന്നെ വുളു
നഷ്ടമായത് മുതൽ 24 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂർ ആണോ, അതല്ല ഹുഫ ധരിച്ച് പിന്നെ ഒതു നഷ്ടമായി പിന്നെ ഒതു പുതുക്കി ഹുഫയിൽ തടവിയത് മുതൽ 24 മണിക്കൂർ 72 മണിക്കൂർ ആണോ? ഇതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗ്രന്ഥകാരൻ മിനൽ ഹദസി ഇലാ മിസ്ലിഹി എന്നാണ് പറയുന്നത്. ഹുഫ ധരിച്ച് ഒരാൾക്ക് അയാളുടെ അശുദ്ധിയായി ഒന്നു നഷ്ടമായി, അത് മുതൽ തദ്ദേശവാസിയാണെങ്കിൽ 24 മണിക്കൂർ, യാത്രക്കാരനാണെങ്കിൽ 72 മണിക്കൂർ എന്നാണ്. അപ്പോൾ ഒരാൾ ഫജറിന് മുമ്പ് wudu ചെയ്ത് ശുദ്ധി വരുത്തി ഹുഫ ധരിച്ചു, എന്നിട്ട് അയാൾ സുബഹി നമസ്കരിച്ചു, പിന്നീട് ആ ഹുഫയിൽ തന്നെ അയാൾ തുടരുന്നു. അയാളുടെ wudu നഷ്ടമാകുന്നത് രാവിലെ 10 മണിക്കാണ് എങ്കിൽ അയാൾ തദ്ദേശവാസിയാണ് എങ്കിൽ അടുത്ത ദിവസം 10 മണി വരെ അയാളുടെ ഹുഫയിൽ തടവാനുള്ള സമയമാണ്. അതാണ് ഹദസ് മുതൽ ഇലാ മിസ്ലിഹി. ആ ഹദസ് എപ്പോഴാണ് സംഭവിച്ചത് അതുപോലത്തെ ആ ടൈം സമയം എന്ന് ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞിട്ട്. ഇതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള മസാലയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഹുഫ ധരിച്ചത് മുതൽ 24 മണിക്കൂർ സമയമാണോ, അങ്ങനെ അഭിപ്രായം പറഞ്ഞ ഫുഖഹാക്കളുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ ഗ്രന്ഥകാരനെ ഉദ്ധരിച്ചതുപോലെ ഹുഫ ധരിച്ച് അശുദ്ധിയായതിനു ശേഷം 24 അല്ലെങ്കിൽ 72 മണിക്കൂർ എന്ന് പറഞ്ഞ ഫുഖഹാക്കളുണ്ട്. എന്നാൽ ഇമാം അബു അബ്ദുറഹ്മാൻ അൽ ഔസാഇയെ പോലുള്ള, അബൂ സവർനെ പോലുള്ള, ദാവൂദ് അബ്ബാഹിരിയെ പോലുള്ള, ഇമാം യഹ്യ ഇബ്നു ഷറഫ് അന്നവവിയെ പോലുള്ള പണ്ഡിതന്മാർ, ഇമാം ഇബ്നുൽ മുൻദിർ തിരഞ്ഞെടുത്ത അഭിപ്രായം അതാണ്. ഹുഫ ധരിച്ച് പിന്നെ ഒതു പോയി പിന്നെ ശുദ്ധി വരുത്തി മസ്ഹ ചെയ്തത് മുതൽ 24 മണിക്കൂർ തദ്ദേശവാസിക്ക്, 72 മണിക്കൂർ യാത്രക്കാരന് എന്നുള്ളതാണ്. അവിടെ ഹുഫ ധരിച്ചു ഒരാൾ, ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ സുബഹിൻ്റെ മുമ്പ് അയാൾ ഹുഫയിൽ തന്നെയാണുള്ളത്, 10 മണിക്ക് ഒതു നഷ്ടമായി. പക്ഷേ അദ്ദേഹം ഒതു ചെയ്യുന്നത് ബുഹൂർ സലക്ക് വേണ്ടിയാണ്. അത് 11:30 മണിക്ക് ഒതു ചെയ്ത്, അപ്പോഴാണ് അയാൾ ഒതു ചെയ്തിട്ട് മസ്ഹ ചെയ്യുന്നത്. 10 മണിക്ക് ഒതു പോയിട്ടുണ്ട്, പിന്നെ ഒതു പുതുക്കി അയാൾ മസ്ഹ ചെയ്യുന്നത് 11:30 മണിക്കാണ് എങ്കിൽ ഈ മസ്ഹ മുതൽ 24 മണിക്കൂർ യാത്രക്കാരന്, 72 മണിക്കൂർ, 24 മണിക്കൂർ തദ്ദേശവാസിക്ക്, 72 മണിക്കൂർ യാത്രക്കാരന്. ഇങ്ങനെയാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്. ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്ന കുറേ അസറുകളും കാണുവാൻ സാധിക്കും. അബൂ ഉസ്മാൻ നഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, ഹദർത്ത് സഅദൻ വബ്ന ഉമറ യഖ്തസിമാനി ഉല ഉമറ. സഅദ് ബിൻ അബി വഖാസും അബ്ദുല്ലാഹി ഇബ്നു ഉമറും ഉമറിനോട് തർക്കമുന്നയിക്കുന്നത് ഞാൻ സാക്ഷിയായി. ഫിൽ മസ്ഹി അലൽ ഖുഫൈൻ, ഖുഫമ്മ തടവുന്ന വിഷയത്തിൽ. ഫഖാല ഉമറു, അപ്പോൾ ഉമർ പറഞ്ഞത്, യുംസഹ് അലൈഹിമ ഇലാ മിസ്രി സഅതിഹി മിൻ യൗമിഹി വലൈലതിഹി എന്നാണ്. ഖുഫകളിൽ മേൽ തടവാം ആ തടവിയ സമയം മുതൽ ഒരു രാവും പകലും വരേക്കും എന്നാണ്. അപ്പോൾ ഇതുപോലത്തെ അസറുകൾ വേറെയും ഉദ്ധരിച്ചത് കാണുവാൻ സാധിക്കും പണ്ഡിതന്മാർ. പല പണ്ഡിതന്മാരും ബലപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു അഭിപ്രായത്തെയാണ്. ഹുഫ ധരിച്ച് പിന്നത്തെ ഹദസിന് ശേഷമുള്ള മസ്ഹ മുതൽ ഹുഫയുടെ തടവാനുള്ള ടൈം ആരംഭിക്കും എന്നുള്ളതാണ്. പക്ഷേ ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ബിൻ അൽ ഹസൻ ഇബ്ൻ അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഈ ഗവേഷണാത്മകമായ മസ്അലയിൽ മിനൽ ഹദസി ഇലാ മിസ്ലിഹി, ഹുഫ ധരിച്ച് ഹദസ് ഉണ്ടായി, അശുദ്ധി ഉണ്ടായി, ഒതു നഷ്ടമായി, എന്നാൽ അത് മുതൽ ആ ഹദസ് മുതൽ അതുവരേക്കുള്ള സമയം ഹുഫയുടെ തടവാനുള്ള മുദ്ദത്തുൽ മസ്ഹ് സമയമായിട്ട്, സമയപരിധിയായിട്ടാണ് അദ്ദേഹം ഗണിക്കുന്നത്, കാണുന്നത്, അഭിപ്രായപ്പെടുന്നത്. പിന്നീട് ഗ്രന്ഥകാരൻ പറയുന്നത് അലാ സാതിരിൻ സാബിത്തിൻ ബിനഫ്സിഹി. അലാ സാതിരിൻ എന്ന് പറഞ്ഞാൽ അലാ ഹുഫിൻ സാതിരിൻ എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ കാലുറയാകുമ്പോൾ കഴുകുന്ന ഭാഗം അതിനെ മറയുന്ന വിധമായിരിക്കണം ഹുഫ് ഉണ്ടാകേണ്ടത്. നമ്മൾ കാല് ഒതു ചെയ്ത് കഴുകുമ്പോൾ നെര്യാണി ഉൾപ്പെടെയാണ് കഴുകുക. അപ്പോൾ ആ നെര്യാണി ഉൾപ്പെടെയുള്ള ഭാഗം മറക്കുന്ന, അതാണ് അലാ സാതിരിൻ, കാൽപാദം നെര്യാണിയെ മറക്കും വിധമുള്ള സാത്തിർ ആയ ഹുഫ, അതിന്മേലാണ് തടവേണ്ടത്. സാബിത്തിൻ ബിനഫ്സിഹി, സാബിത്തിൻ ബിനഫ്സി എന്ന് പറഞ്ഞാൽ സ്വയം പിടിച്ചു നിൽക്കുന്ന, ഉറച്ചു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സോക്സ് ഇട്ടാൽ സോക്സ് പിന്നെ നമ്മൾ പിടിച്ചിങ്ങനെ നിൽക്കേണ്ടത് കാര്യമല്ല, അതവിടെ ഉറച്ചു നിൽക്കും, കാലിലിട്ടാൽ മതി, അവിടെ നിൽക്കും. അതേപോലെ ഹുഫ, അത് കാലിൽ ചുറ്റിക്കെട്ടിയാൽ അതവിടെ നിൽക്കും. അത് ഒലിച്ചിറങ്ങുകയോ ഉരുകിപ്പോവുകയോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുകയോ ചെയ്യേണ്ട കാര്യമല്ല. അത് ഭദ്രമാക്കി ചുറ്റി കെട്ടിയാൽ അതവിടെ സ്വയമേവ ഉറച്ചു നിൽക്കും, പിടിച്ചു നിൽക്കും. തുണി കൊണ്ടുള്ളതോ ശീല കൊണ്ടുള്ളതോ ആണെങ്കിൽ സോക്സ് പോലെ അത് കാലിൽ വലിച്ചിട്ടാൽ അതവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ ആ പ്രത്യേകതയുള്ള നിർബന്ധമായി കഴുകേണ്ട അവയവത്തെ മറച്ച രീതിയിലുള്ളതായ ഹുഫയിലാണ് തടവേണ്ടത് എന്നാണ് ഗ്രന്ഥകാരൻ ആ പ്രയോഗത്തിൽ അലാ സാതിരിൻ സാബിത്തിൻ ബിനഫ്സിഹി എന്ന പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുന്ന പ്രക്രിയയെക്കുറിച്ച് പറയവേ, ശുദ്ധി വരുത്തുന്ന വിഷയത്തെക്കുറിച്ച് പറയവേ ഗ്രന്ഥകാരൻ വൽ മസ്ഹു അലൽ ഖുഫൈനി
അല്ലെങ്കിൽ വയുംസഹു അലൽ ഖുഫൈനി ഫി തഹാറത്തി സുഗ്റ എന്ന് പറഞ്ഞ് ഖുഫയിൽ തടവുന്ന വിഷയമാണ് ഇവിടെ പറഞ്ഞത്. അതിൽ അദ്ദേഹം ചില മസാലകളിലേക്ക് സൂചന നൽകിയിട്ടുള്ളൂ. ഖുഫ തടവുന്നത് എവിടെയായിരിക്കണം, അതേപോലെ കുറേ മസാലകൾ ഖുഫ തടവുന്നതുമായി ബന്ധപ്പെട്ട് ഫിഖ് കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേക്കൊന്നും പോകാതെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു അവതരണമാണ് ഗ്രന്ഥകാരൻ. എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ ശൈലി. പക്ഷെ നമ്മൾ അതിൽ ചില കാര്യങ്ങൾ, അനുബന്ധങ്ങൾ ഇവിടെ അനിവാര്യമായി മനസ്സിലാക്കേണ്ടത് ഉണർത്തി എന്ന് മാത്രം. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ് അത് അത്വഹാറ അൽ കുബ്ര, ഇതുവരെ നമ്മൾ പറഞ്ഞത് അത്വഹാറത്തു സുഗ്റ, ചെറിയ ശുദ്ധീകരണം, ആ വിഷയത്തിലാണ്. ഇനി വലിയ ശുദ്ധീകരണം, കുളി, അതിലെ വിഷയങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നമുക്ക് ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.